കേന്ദ്ര സർക്കാർ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളത്തിന് ചില അംഗീകാരമൊക്കെ കിട്ടി. മലയാളത്തിന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പലതരത്തിലുള്ള അംഗീകാരവും എത്താറുണ്ട്. ഇത്തവണ കിട്ടിയ അംഗീകാരം അത് അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് കിട്ടിയത്. പക്ഷെ അത് വേണ്ട തരത്തിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചലച്ചിത്ര നടി ഉർവശി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ കേന്ദ്ര സർക്കാരിനെയും അവരുടെ സിനിമ അവാർഡ് നിർണയത്തെയും ഒക്കെ ചോദ്യം ചെയ്തത്. ഒപ്പം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയെയും ചോദ്യം ചെയ്തു. ഇത് കേരളത്തിലെ BJP ഘടകത്തിന് അത്ര രസിച്ചില്ല എന്നുള്ളതാണ്. ഈ അവസരത്തിൽ ഇവിടെ ഉർവശിയെ ഇടതുമുന്നണി എന്ത് ചെയ്തു? വളരെയധികം അനുകൂലിച്ച് നിൽക്കുകയും ചെയ്തു. ഉർവശി നല്ല ചലച്ചിത്ര നടി തന്നെയാണ്, സഹനടി എന്നുള്ള അവാർഡിൽ മാത്രമാണ് ഒതുക്കിയത്. അതിനെയൊക്കെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടത് തന്നെ. അത് മറ്റൊരു വശം. പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരാളായിട്ട് ഉർവശിയെ ഇപ്പോൾ CPM കണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഉർവശിയും ചില കാര്യങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചലച്ചിത്ര നടി ഉർവശി കൊല്ലത്ത് നിയമസഭാ സീറ്റ് നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവര് മറ്റ് നോട്ടമിടാൻ കാര്യമെന്ന് പറഞ്ഞാൽ CPMകാർ പ്രധാനമായിട്ടും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സിനിമാ താരങ്ങളെ CPM സ്വതന്ത്രരായി മത്സരിപ്പിക്കാറുണ്ട്. ഇന്നസെന്റിനെ ചാലക്കുടിയിൽ നിന്ന് മത്സരിപ്പിച്ചു. അത് 2014 മത്സരിപ്പിച്ചു. അത് വിജയം കണ്ടെത്തി. 2019 വീണ്ടും നിർത്തി തോൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ KPSC ലളിതയെ വടക്കാഞ്ചേരിയിൽ നിർത്താനായിട്ടൊരു ശ്രമം നടത്തി. പക്ഷെ വലിയ എതിർപ്പ് ആ ഭാഗങ്ങളിൽ നിന്നുണ്ടായത് കൊണ്ട് അവസാനം പാർട്ടിക്ക് പിന്മാറേണ്ടി വന്നു. മുൻകാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചലച്ചിത്ര നടൻ മുരളിയെ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചിട്ടുണ്ട്. PM സുധീരനോട് പരാജയപ്പെടുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മുകേഷിനെയാണ് CPM സ്വതന്ത്രനായിട്ട് കൊല്ലത്ത് നിന്ന് 2016 മത്സരിപ്പിച്ചത്. അത് CPMനൊരു വലിയ വിനയായി തീർന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് CPMന്റെ അടിത്തറ തന്നെ ഇളക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് 2021 പോരാഞ്ഞിട്ട് അവിടെ മത്സരിപ്പിച്ചു. അത് കാരണം കൊല്ലത്ത് അത്രത്തോളം CPMന്റെ ആരും തന്നെ മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. LDF തരംഗമുണ്ടായിരുന്ന ആ വേളയിൽ പോലും CPMലെ പലരും മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം 8 നിലയിൽ പൊട്ടും എന്നുള്ളത് അറിയാമായിരുന്നു. കാരണം അത്രത്തോളം CPMന്റെ ഒരു പതനത്തിലേക്ക് കൊല്ലത്തെ കൊണ്ടെത്തിച്ചു മുകേഷ് MLA എന്നുള്ളതാണ്. കൊല്ലം മണ്ഡലത്തിൽ ആളിനെ കിട്ടാനില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് ചില സഖാവ് തിരുമേനിമാർ തൃശ്ശൂരിൽ മുറവിളി കൂട്ടുമ്പോൾ ഈ കൊല്ലത്തെ MLA എവിടെ പോയി എന്ന് പോലും ചോദിക്കാനായിട്ട് ഒരു സഖാവ് തിരുമേനിമാരും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ നിയമസഭയിലേക്കും ഇല്ല. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ സിനിമാ ലോകങ്ങളിൽ മാത്രം, അതല്ലെങ്കിൽ മറ്റു ലോകങ്ങളിൽ മുഴുകിക്കഴിയുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരാളായി തീർന്നു. 2026 ആകാൻ വേണ്ടി ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. 2021 തന്നെ പരാജയപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും വോട്ടർമാർ നടത്തി. പക്ഷേ അവിടെ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിൽ മുകേഷ് ഒരു 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ഒരിക്കൽ കൂടെ തെരഞ്ഞെടുത്ത് പോവുകയും ചെയ്തു. കൊല്ലത്തിന്റെ ഈ ഒരു കഷ്ടകാലം പിന്നെയും ഒരു 5 വർഷം കൂടെ നീട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ഇപ്പോൾ 2026 അടുത്തിരിക്കുകയാണ്. അവിടെ മണ്ഡലം പലരും നോട്ടമിട്ടിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 2019 മുകേഷിനെ കൊല്ലത്ത് ലോക്സഭയിൽ നിർത്തി പ്രേമചന്ദ്രനെതിരെ മത്സരിപ്പിച്ച് ഒരു ജാവേറാക്കി മാറ്റുകയും ചെയ്തു. 2026 ചിന്തോ ജെറോമും നോട്ടമിട്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനപിന്തുണ നേടിയിട്ടുള്ള ജനകീയ സ്വഭാവം ഉള്ള ചലച്ചിത്ര താരം ആയിട്ടുള്ള ഉർവശിയെ കൊല്ലം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ്
പാർട്ടി നോട്ടം ഇട്ടിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തേക്ക് പ്രധാനമായിട്ടും കൊല്ലം ഇവർക്ക് പിടിച്ചെടുക്കണമെന്നുണ്ട്. കാരണം NK പ്രേമചന്ദ്രൻ ലോക്സഭ അംഗമായി മാറിയതോടുകൂടി കൊല്ലത്തിന്റെ ഒരു മൈലേജ് തന്നെ വളരെ അങ്ങ് മാറുകയും ചെയ്തു. പ്രേമചന്ദ്രൻ അത്രത്തോളം കൊല്ലത്തെ അങ്ങ് ചേർത്ത് നിർത്തുകയും കൊല്ലത്തിന് എല്ലാ തരത്തിലുള്ള വികസനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇത് UDFന് അനുകൂലമായിട്ട് മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ LDFനൊരു വാശിയാണ്, പ്രത്യേകിച്ച് പിണറായി വിജയന് ഒരു വാശിയാണ് എങ്ങനെയും കൊല്ലം പിടിച്ചെടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയാണ് 2019 KN ബാലഗോപാലിനെ വരെ അവിടെ നിർത്തി നോക്കി. അവസാനം 2019 കഴിയുമ്പോൾ അവർ പ്രതീക്ഷകളെല്ലാം വിട്ടു. അതുകൊണ്ടാണ് 2024 മുകേഷിനെ കൊണ്ടുവന്ന് MP സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചത്. അവർക്കറിയാം തോറ്റു തുന്നം പാടുമെന്ന്. പിന്നെ പാർട്ടിയിൽ ആരുമില്ലല്ലോ മത്സരിക്കാൻ, അതുകൊണ്ട് തന്നെ ചാവേറാക്കി അങ്ങ് വിടുകയാണ് ചെയ്തത്. അങ്ങനെ കൊല്ലത്തിന് അത്രത്തോളം ക്ഷീണമുണ്ടാക്കിയ ഒരു MLA ആണ് മുകേഷ്. അപ്പോൾ അവർക്കത് തിരിച്ചു പിടിക്കണം എന്നുണ്ട്. കാരണം കൊല്ലത്ത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ RSPയുടെ പിന്നാലെ നടക്കുന്നുണ്ട്. കൊല്ലത്ത് മണ്ഡലവും ഒക്കെ കൊടുത്തുകൊണ്ട് RSPയെ തിരിച്ചു വിളിക്കാനായിട്ട്. RSPയെ തിരിച്ചു വിളിച്ചാലും NK പ്രേമചന്ദ്രനെ ഒഴിവാക്കിക്കൊണ്ട്, NK പ്രേമചന്ദ്രനെ ഒഴിവാക്കുമ്പോൾ ഷിബു ബേബി ജോണിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് RSPയെ തിരിച്ചു ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. RSPക്കൊക്കെ ഒരു ഇടതുപക്ഷ സ്വഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് LDFനോടൊപ്പം ചേരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തുന്നത്. പ്രേമചന്ദ്രനെ ഒരു കാരണവശാലും LDFിലേക്ക് അടുപ്പിക്കരുത് എന്ന് LDFിലെ CPMലെ പിണറായി വിജയൻ അടക്കമുള്ളവർക്കുണ്ട്. കാരണം അത്രത്തോളം CPMന്റെ അടിത്തറ നഷ്ടപ്പെടുത്തിയതില് UDFന്റെ കെട്ടുറപ്പ് കൊല്ലം ജില്ലയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിലും പ്രേമചന്ദ്രൻ വലിയ വിജയമാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കൊല്ലത്ത് ഈ സീറ്റ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചലച്ചിത്ര ലോകത്ത് അറിയപ്പെടുന്ന ഇപ്പൊ മുകേഷുമായിട്ടും മുകേഷിന്റെ കുടുംബവുമായിട്ടും നല്ല അടുപ്പമാണ് നടി ഉർവശിക്കുള്ളത്. ഉർവശിയും ഒരു CPM കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. മുകേഷും അത്തരത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു CPMന്റെ ഒരു ഇടത് സ്വതന്ത്രയായിട്ട് ഉർവശിയെ നിർത്തുക, പ്രത്യേകിച്ച് ഒരു വനിതാ പ്രാതിനിധ്യം കൂടി CPM കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ, കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം 2026 നിർണായകമാണ്. ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ട്, 3ാം വട്ടം. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിനും ഇത്തരത്തിൽ ജനപ്രീതി നേടിയവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മണ്ഡലം നിലനിർത്തുകയും ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നടി ഉർവശിയെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ പാർട്ടി തീർച്ചപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.